ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തില് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ്. വിശുദ്ധ പൗലോസിലെ എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഗലാത്യക്കാരോട് പൗലോസിലെ തന്റെ ജീവിതത്തിന്റെ ഒരു കഥ പറയുകയാണ്. പൗലോസിലെ പറയുകയാണ്, ഞാൻ യഹൂദനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുള്ളതാണ്. ഞാൻ ഭയങ്കര തീക്ഷ്ണമതിയായിട്ടുള്ള ഒരുവനായിട്ടായിരുന്നു അവിടെ പ്രവർത്തിച്ചത്. എന്നാൽ പിന്നീട് ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ദൈവം എന്നെ വിജാതിരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയച്ചു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം എന്താണോ അത് പൂർത്തിയാക്കാനായിട്ട് പൗലോസിലെ ആഗ്രഹിച്ചു, അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ് പൗലോസിലെ ചുരുക്കത്തിൽ ഗലാത്യക്കാരോട് പറയുന്നത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം എന്നെ വിളിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് യഹൂദ മതത്തിൽ എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി പൗലോസിലെ പ്രവർത്തിച്ചിരുന്നോ അതേ തീക്ഷ്ണതയോടുകൂടി വിജാതിയരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പൗലോസിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ ഹിതം പൗലോസിലെ കൃത്യമായിട്ട് അനുവർത്തിച്ചു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇന്നത്തെ സുവിശേഷത്തിലെ ഈ ശിഷ്യന്മാര് ഈശോയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അതെന്താണ് ആ ഭക്ഷണം എന്ന് ഇവര് ചിന്തിക്കുമ്പോൾ ഈശോ പറയുകയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എന്റെ ഭക്ഷണം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതം, എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണോ അത് പൂർത്തിയാക്കുകയാണ് എന്റെ ഭക്ഷണം എന്ന് ഈശോ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലെ പ്രധാനപ്പെട്ടതാണ് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത്. ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വെളിപ്പെട്ട് കിട്ടി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. അതായത് ഭക്ഷണം പോലെ പ്രധാനപ്പെട്ടതായി കണ്ട് ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്